സൈഡിൽ അവിടെയായിട്ടാണ് ശ്രീരാമൻ്റെ ആ ഒരു കാൽപാദമൊക്കെ വരുന്നത്. ആ കേബിൾ കാർ വന്നിട്ട് തിരിച്ച് പോകുന്നതാണ് കേട്ടോ. ഇവിടെ നിൽക്കുമ്പോൾ താഴത്തെ ആ ഒരു വ്യൂ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ക്ഷേത്രത്തിൻ്റെ ഈ ചുവരിലൊക്കെ ഇതുപോലെ കുരങ്ങന്മാർ വന്നിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ചടയമംഗലത്താണ് കേട്ടോ. ചടയമംഗലത്ത് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ആ ജടായുപ്പാറ ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് കാണാൻ പറ്റും കേട്ടോ. അത് മേഖലയിലായിട്ടാണ്, അവിടെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നാണ് ഇനി അകത്തേക്ക് പോകേണ്ടത് കേട്ടോ. ജഡായു എർത്ത് സെൻറ്റർ ഇങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ നമുക്ക് എന്തായാലും മേഖലയിലേക്ക് പോവാം. നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പം ഞാനുള്ളത് കൊല്ലത്ത് ചടയമംഗലത്താണ് കേട്ടോ. ചടയമംഗലത്ത് ജഡായു എർത്ത് സെൻറ്റർ കാണാനായിട്ട് വന്നതാണ്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. നമുക്കിനി ഇതിൻ്റെ അകത്തേക്കാണ് പോകേണ്ടത് കേട്ടോ. ഇവിടെ എത്തുമ്പോഴത്തേക്ക് ജഡായു എർത്ത് സെൻറ്റർ എന്നൊക്കെ വേണ്ടി എഴുതിയിരിക്കണം. അപ്പോൾ അവിടെ സെക്യൂരിറ്റി വണ്ടികളൊക്കെ നിർത്തി വണ്ടി നമ്പറൊക്കെ എഴുതി ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ അകത്തേക്കാണ് ഇനി പോകേണ്ടത്. ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ്, ശനിയാഴ്ച കൊണ്ട് വലിയ തിരക്കൊന്നും കാണത്തില്ലെന്ന് വെച്ചാൽ. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് നല്ല തിരക്കുണ്ട് കേട്ടോ. അത് എൻ്റെ ഈ സൈഡിലേക്കുണ്ട് വണ്ടികളതിനകത്ത് കഴിച്ചുണ്ടോ. അത് കണക്ക് തന്നെ പുറകുവശത്തും അവിടെ ഒരുപാട് വലിയ വണ്ടികളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കാണ് മനസ്സിലായത് ഒരുപാട് ആൾക്കാരൊന്നും ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ടിക്കറ്റ് എടുക്കാൻ തന്നെ അവിടെ നല്ല ക്യൂ ഉണ്ട്. അപ്പോൾ എങ്ങനെ എപ്പോഴും ടിക്കറ്റ് കിട്ടുമെന്നൊന്നും അറിയാൻ വയ്യ. എന്താ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ ഈ കാണുന്ന കേട്ടോ ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നല്ല തിരക്കുണ്ട്. അപ്പോൾ എങ്ങനെ ടിക്കറ്റ് എടുക്കുമെന്നുള്ള കാര്യമൊന്നും അറിയാൻ വയ്യ. അപ്പം നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ടിക്കറ്റിന് ഇനി എത്രയാണെന്നൊക്കെ ഉള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് ടിക്കറ്റ് എടുത്തു കേട്ടോ. ടിക്കറ്റ് എടുത്തിട്ട് ഇനിയിപ്പോൾ നമുക്ക് പോകേണ്ടത് ഇതുവഴിയാണ് കേട്ടോ. എൻട്രൻസ് വന്നിട്ട് ഇതുവഴിയാണ്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് ചാർജ് വന്നിട്ട് 324 കേട്ടോ. അപ്പോൾ ഞാൻ കേബിൾ കാർ ബുക്ക് ചെയ്തില്ല. കേബിൾ കാർ എടുക്കണമെന്നുണ്ടെങ്കിൽ 500 സംതിങ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നടന്നു പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ 10-200 രൂപ ലാഭിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതുവഴിയാണ് ഇനി മുകളിലേക്ക് പോകേണ്ടത്. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് സുരക്ഷാ പരിശോധന ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ സെക്യൂരിറ്റി പരിശോധന കഴിഞ്ഞ് നമുക്കിനി നടന്നു പോകാനുള്ള ഇതുവഴിയാണ് കാണിച്ചു തരാം. കേബിൾ കാറിലാണെന്നുണ്ടെങ്കിൽ അതുവഴിയാണ് പോകേണ്ടത്. നടന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുവഴിയാണ് ഇനി പോകേണ്ടത് കേട്ടോ. ഇതുവഴി ഇനി 1 കിലോമീറ്റർ ഉണ്ട് നടക്കാനായിട്ട്. അപ്പം നമ്മുടെ ടിക്കറ്റൊക്കെ അവിടെ കാണിച്ച് അവർ സെയിൽ ചെയ്തു. അതിങ്ങനെ 2 കീറി കേട്ടോ. എന്നിട്ട് നമുക്കിനിപ്പോൾ 1 കിലോമീറ്റർ ഇതുവഴി ഇങ്ങനെ നടക്കാനുണ്ട്. ഇവിടെ നിന്ന് നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറി പോകുമ്പോഴത്തേക്ക് ഇവിടെ ഒരു സ്ഥലത്ത് ഇതുപോലെ കല്ല് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കല്ല് യോഗ വില്ലേജ് എന്നുകൊണ്ട് ഇട്ടുണ്ട്. താഴെ അഡ്വഞ്ചർ എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഇങ്ങനെ മുകളിലോട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ കല്ലുകളിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ സ്റ്റെപ്പാണ്. ഇത് കയറി ഇനി 1 കിലോമീറ്ററിന് ഇതുപോലത്തെ ഇനി സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകണം. കുറച്ച് നടന്ന് കയറ്റം കയറിയിട്ട് പിന്നെ ആയപ്പോഴത്തേക്ക് സ്റ്റെപ്പ് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി തുടങ്ങി കേട്ടോ. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഒരു 650 മീറ്റർ കൂടെ നടക്കാനായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലം വരുന്നത് കൊല്ലത്താണ്. കൊല്ലത്ത് ചടയമംഗലത്ത് എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്താണ് ഈ ഒരു ജഡായുപ്പാറ വരുന്നത്. അപ്പോൾ ഇത് മൊത്തത്തിൽ ഏകദേശം ഒരു 64 ഏക്കറിലാണ് കേട്ടോ ഈ ഒരു സ്ഥലം മൊത്തത്തിൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ഒരുപാട് പരിപാടികളുണ്ട്. അഡ്വഞ്ചർ പരിപാടി ഇതുപോലത്തെ അപ്പോൾ ഇതുപോലത്തെ ഒരു ടണൽ കണ്ടു. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ പോകണ്ട നല്ല തണുപ്പുണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് കയറിയപ്പോൾ. നല്ല അടിപൊളി പരിപാടിയായിരുന്നു. ഇതിൻ്റെ അകത്തൂടെ കയറി നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അകത്തൂടെ കയറി വന്നപ്പോൾ അത് പിന്നും കയറ്റം തുടങ്ങിയിട്ടുണ്ട്. പോകുന്ന വഴിയിലൊക്കെ ഇതുപോലെ ഒരു കല്ല് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ എത്ര കിലോമീറ്റർ ഉണ്ട് എന്നൊക്കെ ഉള്ള ഡീറ്റെയിൽസ് ആയിട്ടുണ്ട് കേട്ടോ. 486 മീറ്റർ കൂടെ ഇനി മുന്നോട്ട് നടക്കാനായിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ ഇങ്ങനെ താഴെ ഒന്ന് മേളിലേക്ക് കയറി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഉള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇവിടേക്ക് വന്ന് നമുക്ക് കുറച്ച് നേരം ഇവിടേക്ക് വന്ന് ഇങ്ങനെ റെസ്റ്റൊക്കെ എടുത്തിട്ട് പയ്യെ കയറാമെന്നുള്ള കാര്യമുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ 1-2 സംഭവങ്ങൾ ഇവിടെയും ചെയ്തിട്ടുണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ. ഇതാ ഇവിടെ ഇതേപോലെ ഇങ്ങനെ ഇരിക്കാനൊക്കെ ഉള്ള സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്.
മലയാളികളെക്കാട്ടിയും കൂടുതലായിട്ട് വേറെ അതർ സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരാണ് കേട്ടോ കൂടുതലായിട്ട് വരുന്നത്. തമിഴന്മാരും പിന്നെ ആന്ധ്രാപ്രദേശിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഉള്ള ആൾക്കാരാണ് കൂടുതലായിട്ടുള്ളത്. മലയാളികൾ തീരെ കുറവാണ് കേട്ടോ ഇവിടെ. ടിക്കറ്റിൻ്റെ ചാർജ് ഒത്തിരി കൂടുതലാണ്. 200 സംതിങ് ആണ് ടിക്കറ്റിൻ്റെ ചാർജ്. അത് വന്നിട്ട് GST എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും 324 ആവും ഒരാൾക്ക് നടന്ന് ഈ ജഡായിപ്പാറയുടെ മേഖലയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത്രയൊക്കെ റേറ്റ് കൂടുതലായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആൾക്കാരുടെ ഇവിടെയുള്ള ആൾക്കാരുടെയൊക്കെ ഒരു കുറവ് വരുന്നത്. കാരണം പക്ഷേ എങ്കിലും പുറത്തുനിന്നുള്ള ആൾക്കാർ ഇഷ്ടംപോലെ വരുന്നുണ്ട് കേട്ടോ ഇവിടെ. കുറച്ച് ആൾക്കാർ പോകുന്നുണ്ട് കേട്ടോ. അവർ ഹിന്ദിയാണോ സംസാരിക്കുന്നത് വേറെ വല്ല ഭാഷയാണോ സംസാരിക്കുന്നത് ഒന്നും അറിയാൻ വയ്യ. നമുക്ക് മേളിൽ ഉണ്ട് ആൾക്കാർ കുറച്ച്. അവർ എന്തൊരു ഭാഷയാണെന്ന് അറിയാൻ പറ്റുക. തെലുങ്കാണോ കന്നഡയാണോ വേറെ വല്ല ഭാഷയാണെന്ന് അറിയാൻ വയ്യ. ഇത് അവിടെ നിന്നാണ് കേബിൾ കാർ ഇങ്ങനെ കയറി ഇതാ ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് എൻ്റെ മേഖലത്തെ എൻ്റെ ഒരു കാലിൻ്റെ ഒരു ഭാഗമൊക്കെ കാണാൻ പറ്റും കേട്ടോ. ആ ഒരു ജഡാവിൻ്റെ കേബിൾ കാർ വന്നിട്ട് തിരിച്ച് പോകുന്നതാണ് കേട്ടോ. ഇവിടെ നിൽക്കുമ്പോൾ താഴത്തെ ആ ഒരു വ്യൂ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ താഴെ നിന്ന് ടിക്കറ്റ് എടുത്ത് 1 കിലോമീറ്റർ നടന്ന് ഇനി മേഖല വന്ന് ഇവിടെ നിന്ന് ഇരിക്കുക കേട്ടോ. കാണാൻ നല്ല രീതിക്ക് തളർന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് പിന്നെ പോയി വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കാണാനൊക്കെ. അപ്പോൾ ഞാൻ ആ ശില്പത്തിൻ്റെ പുറകെ സൈഡിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ 4 വഴികളെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇതുപോലൊരു പാറയിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഡീറ്റെയിൽസ് ആയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഒരു ഇതാണ്. ഇവിടെ മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഹിന്ദിയിലൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു ചരിത്രവും കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു ഇതാണ് കേട്ടോ ഇതിൽ എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ പുറകുവശത്താണ് നിൽക്കുന്നത്. ഇതിൻ്റെ വെളിയിലേക്ക് വരുമ്പോഴത്തേക്ക് ആ സൈഡിൽ അവിടെ ഒരു ക്ഷേത്രമാണ് കേട്ടോ. നമുക്ക് ക്ഷേത്രത്തിന് അങ്ങോട്ട് പോവാം. അപ്പോൾ ഇതിൻ്റെ വെളിയിലേക്ക് വരുമ്പോൾ ഇതുപോലെ ചുറ്റിനുള്ള പ്രദേശങ്ങളൊക്കെ കാണാം. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ക്യൂ എന്ന് പറയുന്നത് തിരിച്ച് കേബിൾ കാറിൽ താഴേക്ക് പോകാനായിട്ടുള്ള ആ ഒരു ക്യൂ ആണ് കേട്ടോ ഇവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ. അപ്പോൾ നമ്മൾ ജഡായു എർത്ത് സെൻ്ററിൻ്റെ മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും നല്ലൊരു വ്യൂ കിട്ടുന്ന ഇവിടെ വേറൊരു സ്ഥലമില്ല കേട്ടോ. അപ്പുറ സൈഡിലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് അത്രയും നല്ലൊരു വ്യൂ കിട്ടുന്നില്ല. നമ്മളിതിൻ്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇതുപോലെയാണ്. എന്നിട്ട് ഇതിൻ്റെ അകത്ത് വേറെ പരിപാടികളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ അതിന് നമുക്ക് അതിന് വേറെ എൻട്രി ഫീ എടുത്തിട്ട് നമ്മൾ അകത്തേക്ക് കയറേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് അകത്തുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് പുറത്തു നിന്നുള്ള കാഴ്ചകൾ കാണാനുള്ള ടിക്കറ്റാണ് ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വന്നിട്ട് കേബിൾ കാറിൽ തിരിച്ച് പോകാനായിട്ടൊക്കെ ഉള്ള ആ ഒരു ക്യൂ ആണ് കേട്ടോ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ എല്ലാ സൈഡിലേക്കും പോയി നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ടീ ഷോപ്പ് പോലെയുള്ള ഒരു സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് നമുക്ക് ചായ മറ്റു കാര്യങ്ങളൊക്കെ കഴിക്കാനൊക്കെ ഉള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ട്. ഇതിൻ്റെ സൈഡിൽ അമ്പലത്തിൽ ഒരു മ്യൂസിക് ഇട്ടിട്ടുണ്ട്. അതാണ് ഇങ്ങനെ ഒച്ചത്തിൽ ഇങ്ങനെ കേൾക്കുന്നത് കേട്ടോ. ഇതതിൻ്റെ കാലിൻ്റെ ഒരു ഭാവമാണ് നമ്മളിപ്പോൾ കാണുന്നത്. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ വെയിൽ കുറവാണ് കേട്ടോ. ഈ ഒരു സൈഡിൽ വന്നപ്പോഴത്തേക്കും നമുക്ക് ആ സൈഡിൽ ക്ഷേത്രം കാണാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു നല്ലൊരു വ്യൂ ഈ ഒരു ഭാഗത്ത് നിന്നാലും കിട്ടും കേട്ടോ. ഞാൻ വിചാരിച്ചു അപ്പുറം സൈഡിൽ നിന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു നല്ലൊരു വ്യൂ കിട്ടുമെന്നാണ് വിചാരിച്ചത്. ഇവിടെ വരുമ്പോൾ ഇതുപോലെ എന്തൊക്കെ പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. ഇതുപോലെ ഇങ്ങനെ ഓപ്പൺ സ്റ്റേജ് പോലൊരു സംഭവം ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു ഭാഗത്ത് വന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു വീഡിയോസൊക്കെ എടുക്കാനും അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കാനാണെന്നുണ്ടെങ്കിൽ നല്ല കുറച്ചും കൂടി വ്യക്തമായിട്ടുള്ള ഫോട്ടോസ് നമുക്ക് കിട്ടും കേട്ടോ. സംഭവം നല്ല രീതിയിൽ ഇവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ സംരക്ഷിക്കുന്നുണ്ട് ഈ ഒരു സ്ഥലം. കൂടുതലും മലയാളികളെക്കാട്ടി ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് വേറെ സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരാണ് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട പോലെയുള്ള കേബിൾ കാർ പോലെ തന്നെ ആ ഒരു ഇതെന്ന് പറയുന്നത് ലിഫ്റ്റാണ് കേട്ടോ. പക്ഷെ അതിലെ ആൾക്കാർ കയറി വരുന്നതൊന്നും കാണുന്നില്ല. അതിനി വർക്കിംഗ് അല്ലേ എന്ന് ഉള്ളത് അറിയത്തില്ല കേട്ടോ. നമ്മളീ കാണുന്ന ആ ഒരു ശില്പം എന്ന് പറയുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പക്ഷി ശില്പമാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പം നമുക്ക് ആ സൈഡിൽ കാണുന്ന ആ ക്ഷേത്രത്തിലേക്കൊന്ന് പോകാം. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ക്ഷേത്രത്തിൻ്റെ അകത്തോട്ട് കയറിയിട്ട് പറയാം കേട്ടോ.
നമുക്കിനി നടന്ന ക്ഷേത്രത്തിലേക്ക് പോകാം കേട്ടോ. ക്ഷേത്രത്തിൻ്റെ അടുത്ത് ക്ഷേത്രത്തിൻ്റെ അകത്തിന് ഇപ്പോൾ വീഡിയോസ് ഇപ്പോൾ എടുക്കാൻ പറ്റുമെന്നുള്ളത് അറിയത്തില്ല. അതിൻ്റെ അകത്താണ് നമുക്ക് ഈ രാമൻ്റെ കാൽപ്പാടും ഒക്കെ വരുന്ന ആ ഒരു ഭാഗത്താണ് കേട്ടോ. നമുക്ക് എന്തായാലും പോയി നോക്കാം. ജഡായു രാമ ടെമ്പിൾ ട്രസ്റ്റ്, ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ക്ഷേത്രം കേട്ടോ. ഇവിടെ കുരങ്ങന്മാരെല്ലാം ഫാമിലി ആയിട്ടാണ് കേട്ടോ സന്ധിക്കുന്നത്. അച്ഛനും അമ്മയും കുട്ടികളും എല്ലാവരും ഉണ്ട് കേട്ടോ. ഇവിടെ രണ്ടുപേരും ഇവിടെ ഇരിപ്പുണ്ട്, രണ്ടുപേരും ഇവിടെ ഇരിപ്പുണ്ട്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഒരു മുൻവശം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ കാണുന്നതാണ്. അകത്തേക്ക് പ്രവേശനം ഇല്ലയെന്നാണ് തോന്നുന്നത് കേട്ടോ. എല്ലാവരും അതുവരെ പോയി നിന്നിട്ട് തിരിച്ച് പോകുന്നതാണ് കാണുന്നത്. ക്ഷേത്രത്തിൻ്റെ ഈ ചുവരിലൊക്കെ ഇതുപോലെ കുരങ്ങന്മാർ വന്നിരിപ്പുണ്ട് കേട്ടോ. ഇത് കണ്ടോ, അത്രയും കുരങ്ങന്മാരാണ്. ക്യാമറയിലോട്ടൊക്കെ നോക്കുന്നുണ്ട്, എടുത്തുകൊണ്ട് പോകുന്നുണ്ടോ ക്യാമറ. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ രീതിയൊക്കെ നല്ല ഒരു പുതുമയുണ്ട് കേട്ടോ. കേരളത്തിൽ സാധാരണ കാണുന്ന പോലുള്ള ക്ഷേത്രമൊന്നുമല്ല, ആ രീതിയിൽ നല്ല ഇത് നിർമ്മിച്ചിരിക്കുന്നത്. സൈഡിൽ അവിടെയായിട്ടാണ് ശ്രീരാമൻ്റെ ആ ഒരു കാൽപാദമൊക്കെ വരുന്നത്. ശ്രീരാമൻ്റെ ആ ഒരു പാദം കാണാൻ പറ്റും കേട്ടോ. ശ്രീരാമൻ ഇവിടെ ചവിട്ടിയ ഒരു പാദം കാണാൻ പറ്റും. അപ്പോൾ അത് ഇതുപോലെ ഇതിൻ്റെ അകത്തൂടെ ഒരു ഗ്ലാസ് ഇട്ടിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്താണ്, ഇതാണ് ശ്രീരാമൻ്റെ പാദം കേട്ടോ. അതുവരെ ഇതുപോലെ ഗ്ലാസ് ഇട്ടിട്ട് സംരക്ഷിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടെ വരുന്നതിന് മുമ്പ് എനിക്ക് ഇത്ര പ്രതീക്ഷയില്ലായിരുന്നു കേട്ടോ. ഇത്രയും നല്ല ഭംഗിയുള്ളൊരു ശില്പമായിരിക്കും ഉള്ളൊരു വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് സത്യമായി കണ്ടപ്പോൾ ശരിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ശില്പം ചെയ്തിരിക്കുന്ന ആ രീതിയൊക്കെ. അതുപോലെ തന്നെ ഈ കാണുന്ന ഒരു ക്ഷേത്രവും ഒരു വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ക്ഷേത്രത്തോട് ചേർന്ന് ഇവിടെ ഇതുപോലൊരു ഷോപ്പുണ്ട് കേട്ടോ. ചെറിയ ഈ വിഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ വിൽക്കുന്നവരുടെ. അപ്പോൾ കൊല്ലം ചടയമംഗലത്തുള്ള ഈ ഒരു ജഡായു എർത്ത് സെൻ്ററിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നമുക്കൊരു പുതിയൊരു വീഡിയോ കാണാം.